രചന SMC. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അസ്തമയ സൂര്യന്റെ ചുവപ്പ് രാശി ആകാശത്ത് പടരുമ്പോഴും സഫീറിന്റെ ഹൃദയത്തിൽ ഇരുട്ട് നിറഞ്ഞിരുന്നു. തന്റെ പ്രിയപ്പെട്ടവളും ജീവിതത്തിന്റെ വെളിച്ചവുമാകേണ്ട ഷാഹിന അവളുടെ മുൻകോപത്തിന്റെ തീവ്രതയിൽ ആ വെളിച്ചം കെടുത്തിക്കളയുകയാണെന്ന് അയാൾ ഭയന്നു. ഓരോ ദിവസവും അവർക്കൊരു യുദ്ധക്കളം പോലെയായിരുന്നു. സ്നേഹവും ക്ഷമയും കൈമുതലാക്കിയ സഫീർ ഒരു സാധു മനുഷ്യൻ. ഷാഹിനെ ആവട്ടെ ചെറിയ കാര്യങ്ങളിൽ പോലും പൊട്ടിത്തെറിക്കുന്ന വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന ഒരു അഗ്നിപർവ്വതവും. നിങ്ങൾക്കിനോട് സ്നേഹമില്ല, ഒരു ദിവസം ഷാഹിന അലറി. അവളുടെ വാക്കുകൾ മുറിവേറ്റ സിംഹിയെ പോലെ ഗർജിച്ചു. നിങ്ങൾക്കിനെ മനസ്സിലാക്കാൻ കഴിയില്ല, ഒരു കല്ല് പോലെയാണല്ലോ നിങ്ങൾ. ആ വാക്കുകൾ സഫീറിന്റെ നെഞ്ചിൽ ആഴത്തിൽ തറച്ചു കയറി. ഓരോ അക്ഷരവും ഒരു കൊടുവാൾ പോലെ അയാളുടെ ഹൃദയം പിളർന്നു. ഷാഹിന, അങ്ങനെ പറയല്ലേ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലേ. അയാളുടെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. ഒരു തുള്ളി കണ്ണുനീര് പോലും പുറത്തേക്ക് വരാതെ അയാൾ പിടഞ്ഞു. നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണ്ട, മതിയാക്കി ഈ നാടകം. അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ആ നിമിഷം സഫീറിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ചുട്ടുപൊള്ളുന്ന ആ കണ്ണുനീർ കാഴ്ചയെ മറച്ചു. താൻ എത്ര ശ്രമിച്ചിട്ടും തന്റെ നിഷ്കളങ്കമായ സ്നേഹം അവൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നോർത്ത് അയാൾക്ക് അതിയായ ദുഃഖം തോന്നി. പലപ്പോഴും റൂമിലെ കട്ടിൽ അവൾ ഉറങ്ങുമ്പോൾ സഫീർ നിശബ്ദമായി ജനലരികിൽ ചെന്ന് ദൂരെ നക്ഷത്രങ്ങൾ നോക്കി നിന്നു. അയാളുടെ നെഞ്ചൊരു കനൽ പോലെ നീറി. എൻ്റെ റബ്ബേ, ഇവളെന്താ ഇങ്ങനെ? എൻ്റെ സ്നേഹം എന്തുകൊണ്ട് ഇവൾ കാണുന്നില്ല? എൻ്റെ ഹൃദയം ഇവൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ? അയാൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. ആകാശത്തിലെ ഇരുണ്ട നക്ഷത്രങ്ങൾ പോലും അയാളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി തോന്നി. സഫീർ ചെറിയ സന്തോഷങ്ങൾ പോലും ഷാഹിനയിൽ നിന്ന് ആഗ്രഹിച്ചു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അയാൾ പതിയെ ചോദിച്ചു, ഷാഹിന, ഇന്നത്തെ ഉച്ചയ്ക്ക് എൻ്റെ ഇഷ്ടവിഭാഗമുള്ള ചിക്കൻ കറി ഉണ്ടോ? അയാൾ പ്രതീക്ഷയോടെ അവളെ നോക്കി. അവളുടെ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായിരുന്നില്ല. ഇല്ല, ഇന്നലെ മീൻകറി ഉണ്ടാക്കിയില്ലേ, അതാ ബാക്കിയുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടായിത്തരാൻ ഞാനിവിടെ വെറും പാചകക്കാരിയാണോ? അവൾ പുച്ഛത്തോടെ ചോദിച്ചു. സഫീർ നിരാശനായി തലവിച്ചു. അങ്ങനെയല്ല ഷാഹിന, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അയാളുടെ ശബ്ദം നേർത്തു പോയിരുന്നു. മറ്റേ ദിവസം സഫീർ അവളോട് ചേർന്നിരുന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. ഷാഹിന, നിനക്ക് എന്നോട് ചിരിച്ചുകൂടെ? എൻ്റെ അടുത്ത് രണ്ട് നല്ല വാക്ക് സംസാരിക്കാൻ പാടില്ലേ? അവൾ അയാളെ തള്ളിമാറ്റി എഴുന്നേറ്റ്. എനിക്കൊന്നിനും സമയമില്ല, നിങ്ങൾക്കിനെ വെറുതെ ഇരിക്കാം, എനിക്കിവിടെ 100,000 ജോലിയുണ്ട്. ഒഴിവാക്കലുകൾ കേട്ട് സഫീറിന്റെ മനസ്സ് ഓരോ തവണയും പിടഞ്ഞു. അയാൾക്ക് വല്ലാത്ത ഏകാന്തത തോന്നി. സ്നേഹം തേടിയുള്ള അയാളുടെ ഓരോ ശ്രമങ്ങളും പാറക്കെട്ടിൽ തട്ടിത്തകരുന്ന തിരമാലകളെ പോലെയായിരുന്നു. ഒരു ദിവസം സഫീർ നല്ല വിശപ്പോടെയാണ് പുറത്തുനിന്ന് വീട്ടിലേക്ക് വന്ന്. ഉമ്മയും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഷാഹിന, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഭക്ഷണം എടുത്തു വെക്കാമോ? സഫീർ പതിയെ ചോദിച്ചു. അവളെ അയാളെ രൂക്ഷമായി നോക്കി. എനിക്ക് നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ കയ്യില്ലേ, വേണമെങ്കിൽ എടുത്ത് കഴിച്ചാൽ മതി. അവളുടെ ശബ്ദമുയർന്നു. സഫീർ തരിച്ചിരുന്നു പോയി. ഉമ്മയുടെ മുഖം വാടി. ആ കണ്ണുകളിൽ സങ്കടം നിറഞ്ഞു. ആ അമ്മയ്ക്ക് മകനുള്ള സ്നേഹം അവരെ ആ കാഴ്ചയിൽ വേദനപ്പെടുത്തി. ഉമ്മ ഒന്നും മിണ്ടാതെ സഫീറിന്റെ അടുത്തേക്ക് ചെന്ന് അയാളുടെ കയ്യിൽ തലോടി. ആ തലോടലിൽ സഫീറിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മയുടെ നിസ്സഹായതയും സങ്കടവും അയാളെ കൂടുതൽ തളർത്തി. അവരുടെ വിവാഹവാർഷികം അടുത്തു വന്നു. സഫീർ ഒരുപാട് പ്രതീക്ഷയോടെ ഷാഹിനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാല വാങ്ങാൻ തീരുമാനിച്ചു. ദിവസങ്ങളോളം പല കടകളിലും കയറിയിറങ്ങി. ഓരോ കടയിലും പ്രതീക്ഷയോടെ അവളുടെ ഇഷ്ടം മനസ്സിൽ കണ്ട് നടന്നു. ഒടുവിൽ അവളുടെ മനസ്സിൽ കൊതിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന ഡിസൈനിലുള്ള മാലയാൾ കണ്ടെത്തി. വിവാഹ വാർഷിക തലേന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടെ വിറക്കുന്ന കൈകളോടെ സഫീർ ആ സമ്മാനം ഷാഹിനയ്ക്ക് നേരെ നീട്ടി. അയാളുടെ ഹൃദയം ഒരു കൊച്ചുകുട്ടിയുടേതുപോലെ മിടിച്ചു. ഒരു നോട്ടത്തിലെങ്കിലും സന്തോഷം കാണാൻ കൊതിച്ചു. ഒരു നിമിഷം അവളുടെ മുഖത്തൊരു ചെറിയ സന്തോഷം മിന്നിമറഞ്ഞു. ഒരു മിന്നൽ പോലെ തെളിഞ്ഞു മറഞ്ഞു. പക്ഷേ അത് കാർമേഘം പോലെ മാഞ്ഞുപോയി. ഇതൊന്നും എനിക്കിപ്പോൾ വേണ്ട, ഈ നാടൻ കളിക്കുന്ന എന്തിനാ? എന്നെ ദേഷ്യം കുറക്കാൻ വേണ്ടിയല്ലേ? അവൾ ആ മാല വലിച്ചെറിഞ്ഞു. മാലയുടെ മുത്തുകൾ തറയിൽ ചിതറിത്തെറിച്ചപ്പോൾ സഫീറിന്റെ പ്രതീക്ഷകളും ഒരു ചില്ലുപാത്രം പോലെ ഉടഞ്ഞുപോയിരുന്നു. സഫീർ തളർന്നുപോയി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. എന്തിനാ ഷാഹിന നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എൻ്റെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ, നിനക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിക്കുന്നത്. അയാൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഒരു തേങ്ങലായി അത് പുറത്തു വന്നു. നിങ്ങളുടെ സ്നേഹം എനിക്കിനി കേൾക്കണ്ട, മതിയാക്ക് ഈ കപടവേഷം. അവൾ റൂമിലേക്ക് കയറിപ്പോയി. വാതിൽ വലിച്ചടച്ചു. ആ വാതിലടയുന്ന ശബ്ദം സഫീറിന്റെ കാതുകളിൽ ഒരു ഇടിനാദം പോലെ മുഴങ്ങി. അന്ന് രാത്രി സഫീർ ഒരുപാട് നേരം ഉറങ്ങാതെ കിടന്നു. കണ്ണുകൾ അടച്ചാൽ പോലും ഷാഹിനയുടെ ദേഷ്യം നിറഞ്ഞ മുഖവും വലിച്ചെറിഞ്ഞ മാലയുടെ രൂപവും അയാളെ വേട്ടയാടി. മനസ്സിലെ സങ്കടങ്ങൾ കടലോളം വലുതായിരുന്നു. അയാൾ പതിയെ എഴുന്നേറ്റ് മേശപ്പുറത്തുണ്ടായിരുന്ന ഡയറി എടുത്തു. തന്റെ ഉള്ളിലെ ഓരോ നോവും ഓരോ പ്രതീക്ഷയും ഷാഹിനയോടുള്ള അടങ്ങാത്ത സ്നേഹവും അയാളതിൽ കുറിച്ചു. ഓരോ വരിയിലും അയാളുടെ കണ്ണുനീർ കലർന്നു. തന്റെ നിസ്സഹായതയും അവളുടെ ഓരോ ദേഷ്യപ്രകടനങ്ങളും അതുണ്ടാക്കിയ വേദനയും അയാൾ വരികളിലൂടെ പകർത്തി. ഒരു ദിവസം ഷാഹിൻ എന്നെ മനസ്സിലാക്കുമെങ്കിൽ എൻ്റെ ഈ ഹൃദയം അവൾക്ക് തുറന്നു കാണിക്കാൻ
എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ സ്നേഹം അവൾ എന്തെങ്കിലും തിരിച്ചറിയുമോ? അന്ന് അയാൾ ആ ഡയറിയുടെ അവസാന പേജിൽ എഴുതി. ഒരു തുള്ളി കണ്ണുനീർ ആ വാക്കുകൾ വീണ് മഷി പടർത്തി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഷാഹിനയുടെ അനിയത്തി സീനത്ത് അവരുടെ വീട്ടിലേക്ക് വന്നു. ഷാഹിന് ചെറിയൊരു ആവശ്യത്തിന് പുറത്തുപോയ സമയം സീനത്ത് സഫീറുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. സംസാരത്തിനുള്ളിൽ സഫീർ ഡെസ്കിന് മുകളിൽ വെച്ചിരുന്ന ഡയറി എടുക്കാൻ മറന്നുപോയിരുന്നു. ഡയറി എഴുതുന്ന ശീലം സഫീറിന് ഇല്ലാത്തതുകൊണ്ട് അത് കണ്ടപ്പോൾ സീനത്തിന് കൗതുകം തോന്നി. അവള് തുറന്നു നോക്കി. ആദ്യത്തെ ചില പേജുകൾ വെറുതെ മറിച്ചു നോക്കിയ സീനത്ത് പിന്നീട് ഞെട്ടലോടെ അതിലെ വരികളിൽ ശ്രദ്ധിച്ചു. സഫീറിന്റെ ഹൃദയവേദനയും ഷാഹിനയോടുള്ള നിഷ്കളങ്കമായ സ്നേഹവും അതിൽ നിറഞ്ഞു നിന്നു. ഷാഹിനയുടെ ഓരോ ദേഷ്യപ്രകടനവും സഫീറിനെ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് അവൾ മനസ്സിലാക്കി. ഡയറിയുടെ അവസാന പേജിലെ വരികൾ സീനത്തിന്റെ കണ്ണുകൾ നനയിച്ചു. എന്റെ ഷാഹിന എന്നെ ഒരു ദിവസം മനസ്സിലാക്കും. എന്റെ സ്നേഹം അവൾ തിരിച്ചറിയും. അപ്പോഴെങ്കിലും ഷാഹിന തിരിച്ചെത്തി. എന്താ സീനത്തെ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? സീനത്ത് ഉടൻ തന്നെ ഡയറി ഷാഹിനയ്ക്ക് നേരെ നീട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. ഇതൊന്ന് വായിച്ചു നോക്കിത്താ, ഇക്ക നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഷാഹിന ഡയറി വാങ്ങി സംശയത്തോടെ വായിക്കാൻ തുടങ്ങി. ആദ്യം അവൾക്ക് ദേഷ്യം തോന്നി. ഇതെന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള തന്ത്രമാണോ എന്ന് അവൾ ചിന്തിച്ചു. എന്നാൽ ഓരോ പേജും മറിക്കുമ്പോൾ അവളുടെ മുഖത്തെ ഭാവം മാറി മറിഞ്ഞു. സഫീറിന്റെ ഓരോ വാക്കിലും നിറഞ്ഞ സ്നേഹവും താൻ അവനോട് ചെയ്ത ക്രൂരതകൾ അവളെ ചുട്ടുപൊള്ളിച്ചു. തന്റെ മുൻകോപം ഒരു മനുഷ്യന്റെ ഹൃദയം എത്രമാത്രം തകർത്തു എന്ന് അവൾക്ക് മനസ്സിലായി. താൻ എത്രമാത്രം സ്നേഹമുള്ള ഒരു ഭർത്താവിനെയാണ് തള്ളിപ്പറഞ്ഞെന്നോർത്ത് അവൾക്ക് സ്വയം വെറുപ്പ് തോന്നി. കണ്ണുനീർ അവളുടെ കവളിലൂടെ ധാരയായി ഒഴുകി. ആ കണ്ണുനീർ അവളുടെ തെറ്റുകളെ കഴുകി കളയുന്ന പോലെ. അന്ന് വൈകുന്നേരം സഫീർ ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിലേക്ക് കയറിയുമ്പോൾ ഒരു കാഴ്ച കണ്ട് സ്തംഭിച്ചു പോയി. ഷാഹിന അയാളുടെ കാൽക്കിൽ വീണ് പൊട്ടിക്കരയുന്നു. അവളുടെ നിലവിളി മുറിയാകെ നിറഞ്ഞു. എൻ്റെ സഫീർക്ക്, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരുപാട് വലിയ തെറ്റ് ചെയ്തു. നിങ്ങളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. അവളുടെ വാക്കുകൾ ഇടറിക്കൊണ്ടിരുന്നു. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ മുൻകോപം എന്നെ അന്തയാക്കി. നിങ്ങളുടെ സ്നേഹം ഞാൻ കണ്ടില്ല. എന്നെ നിങ്ങൾക്കറിയാമോ? ഞാൻ എത്രമാത്രം ദുഷ്ടയായിരുന്നു. സഫീർ ഞെട്ടിപ്പോയിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഷാഹിനയുടെ കണ്ണുകളിൽ അയാൾ ആത്മാർത്ഥമായ ദുഃഖം കണ്ടു. അയാൾ അവളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അവളുടെ മുഖം കയ്യിലെടുത്തു. ഷാഹിന, കരയില്ലേ? എനിക്കൊരു പരാതിയുമില്ല. എൻ്റെ മനസ്സിലൊരു ദേഷ്യവുമില്ല. നിന്റെ സ്നേഹം മാത്രം മതി എനിക്ക്. അയാളുടെ വാക്കുകളിൽ ആശ്വാസവും സ്നേഹവും നിറഞ്ഞു. അവൾ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കരഞ്ഞു. അന്ന് രാത്രി അവരുടെ മുറിയിൽ വർഷങ്ങൾക്ക് ശേഷം സമാധാനം നിറഞ്ഞു. നവവധൂവരന്മാരെ പോലെ അവർ പരസ്പരം ചേർന്നിരുന്നു. ഷാഹിന സഫീറിനോട് തന്റെ കഴിഞ്ഞ കാലത്തിലെ ചില വേദനകളും ഭയങ്ങളും പങ്കുവച്ചു. തന്റെ ദേഷ്യ സ്വഭാവത്തിന് പിന്നിൽ അവൾ കടന്നുപോയ ചില ബാല്യകാല അനുഭവങ്ങളാണെന്നും സുരക്ഷിതത്വമില്ലായ്മ അവൾ അങ്ങനെയുള്ള ഒരാളാക്കിയെന്നും അവൾ ഏറ്റു പറഞ്ഞു. സഫീർ അത് കേട്ടപ്പോൾ അവളെ ചേർത്ത് പിടിച്ചു. നമ്മൾ ഒരുമിച്ചാണ് ഷാഹിന. എനിക്കറിയായിരുന്നു നിന്റെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ടെന്ന്. ഇനി ആ പേടിയൊന്നും വേണ്ട. ഞാൻ നിന്നോടൊപ്പം എന്നും ഉണ്ടാവും. നിനക്കൊരു താങ്ങും തണലുമായി. അന്നു മുതൽ ഷാഹിനയിൽ വലിയ മാറ്റങ്ങൾ വന്നു. അവൾ തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പഠിച്ചു. സഫീറിനോട് അവൾ കൂടുതൽ സ്നേഹവും കരുതലും കാണിച്ചു. മുൻകോപത്തിന് ചികിത്സ തേടാൻ അവൾ ഒരു മനോരോഗ വിദഗ്ധനെ കാണാൻ തയ്യാറായി. മുൻപ് വഴക്കുകൾ മാത്രം കേട്ടിരുന്ന ആ വീട്ടിലിപ്പോൾ സ്നേഹത്തിന്റെയും ചിരിയുടെയും ശബ്ദങ്ങൾ നിറഞ്ഞു. സഫീറിന്റെ നിഷ്കളങ്കമായ സ്നേഹവും ക്ഷമയും അവൾ മനസ്സിലാക്കാതെ പോയ ആ ഡയറിയിലെ ഓരോ വാക്കും ഒടുവിൽ ഷാഹിനയുടെ ഹൃദയത്തിലെ മുൻകോപത്തിന്റെ കല്ലിനെ ഉരുക്കിക്കളഞ്ഞു. അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. സ്നേഹം എന്ന നൂലിൽ കോർത്തൊരു മാല പോലെ അവരുടെ ജീവിതം തിളങ്ങി.